Beauty Mark Gold and Diamonds, specially for you. കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഈ പുളിക്കൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഈ പഞ്ചായത്തിൽ ഒരു പുതിയ സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഓരോ ബഡ്ജറ്റിലും അവർ പറയും അടുത്ത വർഷം ഒരു സ്റ്റേഡിയം ഉണ്ടാകും, അടുത്ത വർഷം ഒരു സ്റ്റേഡിയം ഉണ്ടാകും. 1,20,00,000 രൂപ വരെ സർക്കാർ പഞ്ചായത്ത് അതിന് നീക്കിവെച്ച് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ 2 ദിവസം മുമ്പ് പത്രത്തിലൂടെ നമ്മൾ വായിച്ചതാണ് ഈ പഞ്ചായത്തിൽ സ്റ്റേഡിയം എന്ന സ്വപ്നം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കാരണം തഹസിൽദാർ ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രൈസ് കമ്മിറ്റി അടക്കമുള്ള ആളുകൾ ഇത് ആ ഒരു പൈസക്ക് ഇത് അനുയോജ്യമായി വാങ്ങാൻ കഴിയില്ല എന്ന രീതിയിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. അതൊക്കെ ഇതിൻ്റെ ടെക്നിക്കൽ വശമാണ്. ഇവിടെ ഞങ്ങളുടെ ഈ ഇന്നത്തെ പ്രതിഷേധത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളിവിടെ പറഞ്ഞത്, ഇതെല്ലാം ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വാല്യൂ ഒക്കെ കൂട്ടാമായിരുന്നു. അതല്ലെങ്കിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ സർക്കാരും പഞ്ചായത്തും ഭരിക്കുന്നത് ഒരേ രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നിട്ട് പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നമ്മുടെ ഈ പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന കൊട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിന് ചേർന്നുള്ള സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൻ്റെ കഥയും വളരെ ശോചനീയ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള ഒരു സ്റ്റേഡിയത്തെ അത് വേണ്ട രീതിയിൽ ഇവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പുതിയൊരു സ്റ്റേഡിയം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കായിക പ്രേമികളെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭരണസമിതിയായി തുടരാൻ കഴിയുന്നേ ഉള്ളൂ. അതിനിടയിൽ ഒരു തീരുമാനം അവരുണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതില്ല എങ്കിൽ അതിശക്തമായ സമരവുമായി മുസ്ലിം യൂത്ത് ലീഗും അനുബന്ധമായ UDFൻ്റെ സംഘടനകളെല്ലാം പോകും എന്നാണ് ഇന്നത്തെ സമരത്തിലൂടെ ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും പിടിപ്പുകേടുകൊണ്ടാണ് പുളിക്കൽ പഞ്ചായത്തിന് കളിക്കളം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായതെന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് വേറിട്ട സമരപരിപാടികളുമായി യൂത്ത് ലീഗ്. മുസ്ലിം യൂത്ത് ലീഗ് പുളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക കളിക്കളം സംഘടിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. സ്റ്റേഡിയം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തിന് റവന്യൂ അധികൃതർ നിശ്ചയിച്ച വില 1 സെന്റിന് 7,000 രൂപയിൽ താഴെയാണ്. കുറഞ്ഞ നിരക്കിൽ സ്ഥലം ലഭിക്കാൻ സാധ്യത കുറഞ്ഞതോടെ സ്റ്റേഡിയം നിർമ്മാണവും ആശങ്കയിലായിരിക്കുകയാണ്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് സമരവുമായി രംഗത്തിറങ്ങിയത്. MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PN നബീൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഷെരീഫ് പാലാട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ KM ഇസ്മായിൽ, KK ഫൈസൽ, അഷ്റഫ് കള്ളാടിയിൽ, KT റിയാസ്, VK അബ്ദുൽ അസീസ്, IE നിഷീദ്, ഷംസീർ കരിമ്പൻ, PT ഹിബത്തുള്ള, സഫ്വാൻ മംഗലത്ത് എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്, യൂത്ത് ലീഗ് സിന്ദാബാദ്. പ്രതിഷേധം. പുളിക്കലിന്റെ കായിക സ്വപ്നം, പുളിക്കലിന്റെ കായിക സ്വപ്നം, പുളിക്കലിന്റെ കായിക സ്വപ്നം, പുളിക്കലിന്റെ കായിക സ്വപ്നം. ഇല്ലാതാക്കിയ പഞ്ചായത്ത്, ഇല്ലാതാക്കിയ പഞ്ചായത്ത്, ഇല്ലാതാക്കിയ പഞ്ചായത്ത്, ഇല്ലാതാക്കിയ പഞ്ചായത്ത്. മാപ്പില്ല നിങ്ങൾക്ക്, മാപ്പില്ല നിങ്ങൾക്ക്, മാപ്പില്ല നിങ്ങൾക്ക്. കായികരംഗം മികച്ചതാക്കാൻ, കായികരംഗം മികച്ചതാക്കാൻ, കായികരംഗം മികച്ചതാക്കാൻ. മാറ്റിവെച്ച് പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്നു, പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്നു. പഞ്ചായത്ത്, പഞ്ചായത്ത്, പഞ്ചായത്ത്. മാറ്റിവെച്ച് പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്നു, പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്നു. പഞ്ചായത്ത്, പഞ്ചായത്ത്, ന്യൂസ് ഡെസ്ക് എയർ 1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ
മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.